അസ്സലാമലൈക്കും. ഇന്ന് ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അയിലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയും 4 ചുള വലിയ വെളുത്തുള്ളി തന്നെ ഇട്ടാൽ അത് നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ സവാള അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കണം കേട്ടോ. ചുവന്നുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. സവാളക്ക് ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് നന്നായി മൂത്ത് വരുമ്പോൾ തന്നെ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ആദ്യം ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഉലുവ ഇട്ട് കൊടുത്താൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടതിന് ശേഷം ഉലുവ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. വലുതായത് കാരണം കേട്ടോ ഞാൻ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 4 കാശ്മീരി മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യണം. നിങ്ങൾ മുളക് പൊടി കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്ത് നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് തീ ഓൺ ചെയ്യരുത്. അതിലിട്ടിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാതും കൂടെ ഒന്ന് വറുത്ത് കൊടുത്തതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരു അരപ്പുണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഈ അരപ്പുണ്ടാക്കി കൊടുക്കുമ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ അരപ്പുണ്ടാക്കി കൊടുക്കട്ടോ. അപ്പം നന്നായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട് മുളക് പൊടിയുടെ. എന്നിട്ട് മിക്സിയിലേക്ക് ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്തിട്ട് ഒരു അരപ്പുണ്ടാക്കി കൊടുക്കുക. അതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ജാറിലെ കഴുകിയിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് തിളച്ച വെള്ളത്തിൽ കൊടമ്പുളിയും അതേപോലെ കല്ലുപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തിളച്ച വെള്ളത്തിൽ കൊടമ്പുളിയും കല്ലുപ്പ് ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് തിളച്ച് വരുമ്പോൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. വറ്റി വന്നതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുക. മീൻ വലുതാണ്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു ടേസ്റ്റിയാണ് ഈ കറി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം. നല്ലൊരു ടേസ്റ്റായിരുന്നു. കൈപ്പത്തിരിയിലേക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചെറിയ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കുക. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ വേവിക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക.